തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇതെന്താ ഇത്? ഞാനൊരു ചെറിയ കുട്ടിയൊന്നുമല്ല. എന്നെ ആരും സംശയിക്കുന്നതും എനിക്കിഷ്ടമല്ല. അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പക്ഷെ അതാണ് ഉള്ളിലിരിപ്പെന്ന് എനിക്ക് മനസ്സിലാവും. അത് വേണ്ട, നിർത്തിയേക്ക്. അല്ല, ആരായിരുന്നു ഫ്രണ്ട്? പിന്നെയും ചോദ്യം. ഫ്രണ്ടിന്റെ പേര് പറയുന്നോണ്ട് എന്താ? നീ അറിയുന്ന ആളല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പഴയ ഫ്രണ്ടാ, കോളേജ് മേറ്റ്. ആ ഫ്രണ്ടിന് ഒരു പേരുണ്ടാവില്ലേ? ഇല്ല, ഇത് തന്നെയാ ഞാൻ ആദ്യം പറഞ്ഞത്. നിനക്ക് നിന്റെ ഡാഡിക്കും സംശയരോഗമാണെന്ന്. അയ്യോ, ഒന്ന് പതുക്കെ പറ, ഡാഡി കേൾക്കും. കേൾക്കട്ടെ, എനിക്കാരെയും പേടിയൊന്നുമില്ല. ഞാൻ ആരുടെ അടിമയല്ല. അങ്ങനെ ആക്കിക്കളയാവുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ, നടക്കില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യ. അതുകൊണ്ട് എന്നെ ഭരിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാനത് സമ്മതിക്കില്ല, അതോർത്തോ. ഹലോ സർ, പ്രഭാവതി കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് PRO ആണ്. ഒരു ബില്ല് പെൻഡിംഗ് ഉണ്ട്. എത്രയും വേഗം അതൊന്ന് അടയ്ക്കണം. വലിയ എമൗണ്ട് ആയിരിക്കും അല്ലേ? അതെ. കുറച്ച് സാവകാശം തരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ബില്ല് അടച്ചില്ലെങ്കിൽ അമ്മയെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. വേറൊന്നുമല്ല, ഒരു ഇത്തിരി ടൈറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സർ. വേഗം കാശ് കൊണ്ടുവന്ന് അടയ്ക്കാൻ നോക്ക്. അല്ലെങ്കിൽ അമ്മയെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. നിരഞ്ജ, ഇങ്ങോട്ട് താമസം മാറി വരുമ്പോ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ നിരഞ്ജന്? ഇല്ല. നിങ്ങളുടെയൊക്കെ ഒപ്പം സന്തോഷത്തോടെ താമസിക്കാലോ എന്നുള്ളതായിരുന്നു. ആ ധാരണയാ ഇപ്പൊ തെറ്റിയത്. നിങ്ങളോട് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. അക്ഷര പാവ, അവളെ വേദനിപ്പിക്കരുത്. ആര് വേദനിപ്പിച്ചു? എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ഒരു സ്കൂൾ ടീച്ചറെ പോലെ എന്നെ ചോദ്യം ചെയ്യുന്ന ഒരാളെ അല്ല. അവക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിരഞ്ജൻ കണ്ടില്ല എന്ന് നടിക്കണം. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഉപദേശം കേട്ട് കേട്ട് മടുത്തു. ദയവ് ഇത് അപ്പച്ചിയെങ്കിലും എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം. പഴയ ഒരു അടുപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഇല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതിന്റെ കാരണം അതാ എനിക്കറിയേണ്ടത്. ഓ, കാരണം അന്വേഷിച്ചു വന്നതാണല്ലേ? പറഞ്ഞു വിട്ടത് അവളാണോ അതോ നിങ്ങളുടെ ഏട്ടനാണോ? അയ്യോ, അവരാരുമല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാ. ഈ വീടിന്റെ സമാധാനം അത് നിങ്ങളുടെ കയ്യിലാ മോനെ. അത് നശിക്കരുതെന്ന് തോന്നി. അതിന് എന്നെയല്ല വന്ന് ഉപദേശിക്കേണ്ടത്, ഈ വീട്ടിലെ മറ്റുള്ളവരെയാ. ആദ്യം എന്നെ അവിശ്വസിക്കാതിരിക്കാൻ അവരോട് പറയും. അപ്പൊ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. മഞ്ഞപ്പിത്തം ബാധിച്ചവന് എല്ലാം മഞ്ഞയായിട്ട് തോന്നും എന്നൊരു നാട്ടുചൊല്ലുണ്ട്. അതുപോലെയാ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ അങ്ങോട്ട് പോയാ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റുള്ളവരുടെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അവരവരാ. ഇനി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും.
രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കാഞ്ചനയും കൂടെ കൂട്ടായിരുന്നില്ലേ? ചില ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കാഞ്ചന വന്നാൽ അത് ശരിയാവില്ല. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഏയ്, ഒന്നും വേണ്ട. സാർ അങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. എന്താണാവോ പറയാനുള്ളത്? വളരെ സ്വസ്ഥമായിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉള്ളതൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നും എനിക്കില്ല. ഞാനിപ്പോ എന്താ വേണ്ടേ? ഇതൊക്കെ ഇപ്പൊ എന്തിനാ എന്നോട് പറയുന്നേ? എനിക്ക് ആകെ ഉള്ളതൊരു മോളാ. എനിക്കും ഒറ്റ മോൻ തന്നെയാ. നിങ്ങളിവിടെ തനിച്ച് താമസിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒറ്റ മകന് ഇവിടെ വന്ന് നിങ്ങളെ കാണണമെന്ന് തോന്നും. കുറച്ച് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നിന്നാലോ എന്നും തോന്നാം. അയാൾക്ക് തോന്നിയില്ലെങ്കിലും അതെൻ്റെ മകൾക്ക് തോന്നും. രണ്ടാളും ഇങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്യും. അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? സൈക്കോളജി ഒരു കോഴ്സായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഒരു മകൻ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്കറിയാം. സാറിന് വയ്യല്ലോ. അവരിങ്ങോട്ട് താമസം മാറിയ സാറ് ഒറ്റയ്ക്കായി പോകും. അതിലുള്ള വിഷമം കൊണ്ടാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നു. ആരുടെ മുമ്പിലും തല കുനിക്കാത്തവനാണ് ഞാൻ. എൻ്റെ തലയിലെഴുത്ത് കുറച്ച് പിഴച്ചുപോയി. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് പറയേണ്ടി വന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞാൽ മതി സാറ്. അമ്മയെ കാണാൻ വരരുതെന്നൊന്നും എനിക്ക് നിരഞ്ജനോട് പറയാൻ പറ്റില്ല. പറഞ്ഞാലും അയാളത് കേൾക്കാനും പോകുന്നില്ല. അയാളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഒരു കാരണവശാലും അതെന്തിൻ്റെ പേരിലായാലും രാത്രി ഇവിടെ കിടക്കാൻ അയാളെ അനുവദിക്കരുത്. അതെങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതുപോലെ ഇതിവിടെ വന്ന് പറയാമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ആവശ്യം നടക്കണം. അത് നിങ്ങളായിട്ട് തന്നെ നടത്തി തരികയും വേണം. മനസ്സിലായോ? ഒരു സ്ത്രീ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. അവരോട് സ്ഥിരമായിട്ട് വന്ന് നിൽക്കാൻ പറയും. അപ്പൊ നിരഞ്ജൻ സാറിന് സമാധാനവും. വേണ്ടത് ചെയ്തോളാം. ഞാൻ കാരണം നിങ്ങൾ ആരും ബുദ്ധിമുട്ടേണ്ടി വരില്ല.